ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇപ്പോൾ ഇന്ന് വിഷുവാണ്. എല്ലാവരും തന്നെ രാവിലെ പുലർച്ചയ്ക്ക് എണീച്ച് ഭഗവാനെ കണി കണ്ട് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ഈ ഒരു വർഷം തന്നെ നല്ല രീതിയിൽ തുടരണമെന്ന പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മൾ ഈ ദിവസം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഈ വർഷം നല്ല രീതിയിൽ നയിക്കണം പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. അതല്ലാതെ ചിലവർ പക്ഷേ ഈ കാലഘട്ടത്തിൽ ആൾക്കാർ ഈ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമേ ആയിരിക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഭഗവാനെ കണി കാണുന്നത്. പക്ഷേ ബാക്കിയുള്ള ദിവസം സൂര്യോദയം കൂടി എന്താണെന്ന് അറിയാത്ത കുറേ പേരുണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. അതുമല്ലാതെ ഞങ്ങളുടെ ഈ പരിസരത്ത് തന്നെ രാവിലെ എണീച്ച് എപ്പോഴും ഭഗവാനെ തൊഴുത് കണിയൊക്കെ കണ്ട് നല്ല രീതിയിൽ ആചരിച്ച് വന്ന ശേഷം ഒരു 10-12 മണി ശേഷം അവരങ്ങനെ മാറും. എന്താകും, അവരുടെ റിലേറ്റിവിറ്റിയും പിന്നെ അവരുടെ ബന്ധുക്കളും അവരുടെ ഫ്രണ്ട്സും ചങ്ങാതിമാരുടെ കൂടെയൊക്കെ ചേർന്ന് അവരെന്താകും, മദ്യലഹരിയിൽ ഏർപ്പെടും. അപ്പോൾ ഇത് ഇങ്ങനെ രാവിലെ നല്ലൊരു ചിന്താഗതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വല്ല ഒരു ഉപയോഗമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ തുടങ്ങുന്നത് നല്ല രീതിയിൽ, ഈ വർഷം തന്നെ നല്ല രീതിയിൽ തുടങ്ങുന്നത് എന്ന പ്രാർത്ഥനയോടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന വന്നിട്ട് നമ്മുടെ പ്രവൃത്തിയിലും വേണം. ഓരോരോ ആൾക്കാരുടെ പ്രവൃത്തിയിലും വേണം. നല്ല നല്ല ചിന്താഗതിയിലും നല്ല പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമായി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ഉണ്ടാകില്ല. ഇപ്പം എല്ലാവരും പറയണു കേരളം വന്നിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നാട്ടു നടപ്പൊക്കെ കാണുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയില്ല, ഡീമൺസ് ഓൺ കൺട്രി എന്നായിരിക്കും പറയുക. അങ്ങനെയാണ് ഈ പരിസരത്ത് എല്ലാവരും ആൾക്കാരുടെ ഗുണങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി പറഞ്ഞാൽ ഇപ്പോൾ ഭഗവാനെ ഈ ഒരു ദിവസം മാത്രമായിരിക്കും അവർ ഭഗവാനെ കാണുന്നതും ഭഗവാനെ സേവിക്കുന്നതും. അതും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സോഷ്യൽ ഇടയിലിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടും. എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ കണി കണ്ടിട്ട് വേണം നമ്മൾ ഉണരാൻ. ഇല്ലെങ്കിൽ എന്താകും, നമുക്ക് അസുരിക സ്വഭാവങ്ങൾ നമുക്ക് വന്നു ചേരും. അപ്പോൾ വന്നു ചേരുമ്പോൾ എന്താകും, ഈ സമയത്ത് അവിടെ എപ്പോഴും കലഹങ്ങളും സന്തോഷവും ഉണ്ടാകില്ല, സമാധാനവും ഉണ്ടാകില്ല, വെറും ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓരോരോ ദിവസവും നമ്മൾ ഭഗവാനെ കണി കണ്ടിട്ട് വേണം നമ്മുടെ ഈ ദിവസം വന്നിട്ട് നയിക്കുക. ഇല്ലെങ്കിൽ എന്താകും, അവിടെ ഈ ഒരു ദിവസം മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാ വർഷവും അതേപോലെ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ പോരാ. അതുമില്ലാതെ എല്ലാവരും ഇവിടെ ദൈവങ്ങളിലെ വന്നിട്ട് എന്താ പറയുക, ഒരു തമാശ മൂലമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രകടിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടും പറഞ്ഞിട്ട് നമ്മുടെ ദൈവത്തിന് എങ്ങനെയാ മര്യാദ ചെലുത്തണം കൂടി ഇന്നത്തുള്ള ആൾക്കാർക്ക് അറിയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യണതൊക്കെ എന്താണ്, ഡീമൻസ് അസുരിക പ്രവർത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല, ഡീമൻസ് ഓൺ കൺട്രി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഭഗവാനെ ദൈവങ്ങളിലെ നമ്മൾ മര്യാദയോടെ അവരുടെ ആചാരങ്ങൾ നമ്മൾ കൃത്യനിഷ്ഠമായി പാലിക്കണം. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അല്ലാതെ അങ്ങനെ വെറുതെ എല്ലാ ദിവസങ്ങളും എല്ലാ നല്ല ശുഭകാര്യങ്ങളിലും ഇവിടെ ലാസ്റ്റായിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്, കലഹത്തിലായിരിക്കും. കാരണം എന്താണ്, അവിടെ മദ്യപാനവും ലഹരിയൊക്കെയാണ് അവരുടെ മധ്യഭാഗത്തുള്ളത്, മുൻനിർത്തി അതാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ വിഷു എന്തിനാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്? വിഷു എന്തിനു തുടങ്ങണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഈ വർഷം നയിക്കണം, നല്ല ചിന്താഗതിയിൽ ഉണ്ടാകണം എന്നായിരിക്കും നമ്മൾ നയിക്കേണ്ടത്. ഈ ഒരു ദിവസം മാത്രമേ രാവിലെ നേരത്തെ എണീച്ചിട്ട് ഭഗവാനെ കണി കണ്ടിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും നമ്മൾ ഭഗവാനെ നേരത്തെ എണീച്ച് കണി കണ്ട് ഈ ദിവസം നല്ല രീതിയിൽ തുടങ്ങണം എന്ന ചിന്താഗതിയിലാണ് നമ്മൾ നയിക്കേണ്ടത്. പക്ഷേ ഈ ഒരു വർഷം മാത്രം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഇത് വെറും ഇതെന്താ പറയുക, നമ്മൾ ഭഗവാനെ കബളിപ്പിക്കുന്ന പോലെയാണ്. എക്സാമ്പിൾ, ഭഗവാന്റെ വേഷം ധരിച്ചിട്ടും കുറേ തമാശകളും കാട്ടിയിട്ടും ഇങ്ങനെയൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയും എല്ലാം തന്നെ ഭഗവാനെ ഒരു തമാശ രീതിയിൽ എന്നാണ് അവർ പ്രൊജക്റ്റ് ചെയ്യണത്. ഏത് ദൈവങ്ങളായാലും ശരി, ഓണം വന്നാലും ശരി, എല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ വിഷു എന്ന് പറയുന്നത് ഭഗവാനെ നമ്മൾ മുൻനിർത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടെ വന്നിട്ട് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓരോരോ ദിവസം നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാകേണ്ടത്, ഭഗവാനെ നേരത്തെ എണീച്ച് ഉണർന്ന് ഭഗവാനെ കണി കണ്ടിട്ട് ഈ ദിവസം നല്ല രീതിയിൽ തുടങ്ങണം. അതുമല്ലാതെ ഹരിനാമ ജപം കൊണ്ട് മാത്രമേ നല്ല ദിവസം തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാൻ പറ്റില്ല, ഡീമൺസ് ഓൺ കൺട്രി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതേപോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എന്ത് കാരണം, ഇവിടെ പ്രകൃതി നല്ല രീതിയിലാണ് ഉള്ളത്. പക്ഷേ ഈ പ്രകൃതി എങ്ങനെയാണ്, ഇവിടുത്തെ ആചാരങ്ങളും കൃത്യനിഷ്ഠങ്ങളും
കറക്റ്റായി കൊണ്ടുപോകുന്ന കാരണം കൊണ്ടാണ് പ്രകൃതി നിൽക്കുന്നത്. അല്ലാതെ ഈ റിസോർട്ടും അവരൊന്നും അല്ല വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഈ പ്രകൃതികളും ആചാരങ്ങളും ദൈവങ്ങളും കറക്റ്റായിട്ട് നമ്മൾ മര്യാദയോടെ ആചാരപ്പടി നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ അവിടെ വന്നിട്ട് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഭഗവാനെ മുൻനിർത്തി നമ്മുടെ ജീവിതം നയിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അത് കാരണം കൊണ്ടാണ് നമ്മൾ വിഷു ആദ്യ വർഷം തന്നെ ഭഗവാനെ കണി കണ്ടിട്ട് നമ്മൾ ഈ വർഷം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം നമ്മൾ ഭഗവാനെ കണി കണ്ടാൽ മാത്രം പോരാ. എല്ലാ ദിവസവും ഭഗവാനെ കണി കണ്ടിട്ട് ജപത്തോടെ മാത്രം നമ്മൾ ഈ ദിവസം നമ്മൾ തുടങ്ങേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനപരമായുള്ള ഒരു ജീവിതം ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ എന്താകും, ഡീമൻസ് അസുരിക ഗുണങ്ങൾ നമുക്ക് വന്നു ചേരും. അവിടെ വന്നു ചേരുമ്പോൾ എന്താകും, തെറ്റായ രീതിയിൽ നമ്മൾ പ്രവർത്തനം ചെയ്യുമ്പോഴും തെറ്റായ ചിന്താഗതികൾ മാത്രമേ നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. അവിടെ എന്താകും, മനസമാധാനം ഉണ്ടാകില്ല. അതേപോലെ തന്നെ കലഹവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറയണത്, അപ്പോൾ ആചാരങ്ങളും എല്ലാ ദിവസങ്ങളും ഭഗവാനെ മുൻനിർത്തി നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. സോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ അത് ഗോഡ്സ് ഓൺ കൺട്രി ആകില്ല, ഡീമൺസ് ഓൺ കൺട്രി ആകും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. അപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും ഭഗവാനെ കണി കണ്ടിട്ട് നല്ലൊരു ദിവസം തുടരണം എന്ന് എനിക്ക് അഭ്യർത്ഥനയുണ്ട്. അതും കൂടാതെ നമ്മുടെ കലിയുഗ ധർമ്മം എന്ന് പറയുന്നത് ഹരിനാമ ജപമാണ്. ഭഗവാനെ രാവിലെ എണീറ്റ് കണി കണ്ടിട്ട് ഹരിനാമ ജപത്തോടു കൂടി ഈ ദിവസം തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നും കൂടുതൽ വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.